ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കുറച്ച് പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ മാത്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാത്തമെറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ 25 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ലോജിക്കൽ എബിലിറ്റി അതിൽ 25 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബാലൻസ് 15 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷ് ആൻഡ് 5 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ആൻഡ് GK ആണ്. ബാലൻസ് ഉള്ള 50 ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ കറണ്ട് അഫയേഴ്സിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് ലാസ്റ്റ് ഇയർ 2023 ആൻഡ് 2022 രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഡിസംബർ ടു മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. പിന്നെ 5 ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയേഴ്സ് ആൻഡ് GK ബേസ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് GK റിലേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് 1 GK റിലേറ്റഡ് ആയിരിക്കും. സോ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഡിസംബർ 2023 ടു മെയ് 2024 വരെയുള്ള കറണ്ട് അഫയേഴ്സൊക്കെ നന്നായിട്ട് നോക്കുക. ഇൻസൈഡ് കേരള നടന്ന ഓൾ ഈവൻറ്റ്സ്, പിന്നെ ഓൾ ഓവർ ഇന്ത്യ നടന്ന ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പഠിച്ചു വയ്ക്കുക. അതൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഇപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് തൊട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 45. Following the situation, 4 probable answers are given as alternatives. Choose the most suitable alternative. You came to know your boss spies on your work in the office all the time. You will, option A, ignore the boss. Option B, subtly convey it to the boss. Option C, just do your work sincerely. And option D, ടെൽ ദ മാറ്റർ ടു അതേഴ്സ് ഇൻ ദ ഓഫീസ്. ക്വസ്റ്റനിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലുള്ള ബോസ് നമ്മളെ ഫുൾ ടൈം സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ വർക്ക് ബേസ് ചെയ്തിട്ട് സ്പൈ ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെ എന്താണ് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബോസിനെ ഇഗ്നോർ ചെയ്യുന്നത്, സപ്ലൈ ചെയ്ത് ബോസിനോട് പറയുന്നത്, പിന്നെ നമ്മളുടെ വർക്ക് സിൻസിയറായിട്ട് ചെയ്യുക, പിന്നെ 4th വണ്ണാണ് മറ്റുള്ള വർക്കേഴ്സിനോട് ഈ മാറ്റർ കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യാനല്ലേ പോയിരിക്കുന്നത്. ബോസ് നമ്മളെ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് സ്പൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വർക്ക് സിൻസിയറായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും അവിടെ വരത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ജസ്റ്റ് ഡു യുവർ വർക്ക് സിൻസിയർലി ആണ്. ഇത് നമ്മൾ കുറച്ച് ലോജിക് യൂസ് ചെയ്ത് ആൻസർ പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 44. State which of the conclusions follow from the statements given below. Statement: all apples are grapes, some grapes are oranges. Conclusion 1, some apples are oranges. Conclusion 2, some oranges are apples. Conclusion 3, some oranges are grapes. And conclusion 4, some grapes are apples. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അവർ 2 സ്റ്റേറ്റ്മെൻറ്റ് തരും, 2 or 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. ആൻഡ് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു 4 കൺക്ലൂഷൻസ് തരും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻ ഏതൊക്കെയാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോളോ ചെയ്യാത്ത കൺക്ലൂഷൻ എന്തൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് ഫോളോ ചെയ്യുന്നതാണോ ഫോളോ ചെയ്യാത്തതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നതാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന കൺക്ലൂഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഡയഗ്രാംസ് വരച്ച് നമ്മൾ ചെയ്യണം. ഡയഗ്രാം വരയ്ക്കാത്ത ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓൾ ആപ്പിൾസ് ആർ ഗ്രേപ്സ്. ഇപ്പോൾ ഇത് ആപ്പിൾ ആണെങ്കിൽ ഓൾ ആപ്പിൾസ് ആർ ഗ്രേപ്സ്, ഇത് ഗ്രേപ്സ്. പിന്നെ ഉള്ളതാണ് സം ഗ്രേപ്സ് ആർ ഓറഞ്ചസ്, ഇത് ഗ്രേപ്സ്. സം ഗ്രേപ്സ് ആർ ഓറഞ്ചസ്, ഇതാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കൺക്ലൂഷൻ 1ൽ സം ആപ്പിൾസ് ആർ ഓറഞ്ചസ് എന്ന് പറയുന്നത്, ഇവിടെ ആപ്പിളിന് ഓറഞ്ചിന് കണക്ഷൻ ഇല്ല, അപ്പോൾ അത് റോങ് ആണ്. സെക്കൻഡ് വൺ, സം ഓറഞ്ചസ് ആർ ആപ്പിൾസ്, ഓറഞ്ചിന് ആപ്പിളിനും കണക്ഷൻ ഇല്ലല്ലോ, അപ്പോൾ അത് റോങ് ആണ്. തേർഡ് വൺ, സം ഓറഞ്ചസ് ആർ ഗ്രേപ്സ്, സം ഓറഞ്ചസ് ആർ ഗ്രേപ്സ്, അതിന് കണക്ഷൻ ഉണ്ട്, ഓറഞ്ചിനും ഗ്രേപ്പിനും കണക്ഷൻ ഉണ്ട്, അപ്പോൾ തേർഡ് വൺ കറക്റ്റ്. And fourth one, some grapes are apples, some grapes are apples, all apple are grapes. അപ്പോൾ some grapes apple ആയിരിക്കും. അപ്പോൾ 4th കൺക്ലൂഷനും കറക്റ്റാണ്. അപ്പോൾ 3 and 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷനിൽ ഓൺലി 3 and 4 ഫോളോ, ഇതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 43. Some of the letters of the series A space AAB space AA space A space A space B are missing. Which are given in that order as one of the alternatives given below? Choose the correct alternative.
ഇതാണ് ക്വസ്റ്റ്യനിലുള്ള സീരീസ്. മിസ്റ്റ് സ്പേസിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു എ ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്, പിന്നെ 2 എ ഒരു ബി ഉണ്ട്, പിന്നെ സ്പേസ് 2 എ സ്പേസ് എ സ്പേസ് എ സ്പേസ് ബി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ബി ഇട്ട് നോക്കാം. ബി ഇടുമ്പോൾ ഒരു എ ഒരു ബി, പിന്നെ 2 എ ബി ഉണ്ട്. അപ്പോൾ അടുത്തേതാ 2 എ കഴിഞ്ഞിട്ട് 3 എ ബി ഒരു ബി അല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ 3 എ ഒരു ബി ഇട്ട് നോക്കാം. എ എ ബി, പിന്നെ ഉള്ളത് 2 സ്പേസ് ഉണ്ട്, അതിൽ 2 എ ഇട്ടാൽ 4 എ ബി ആവും. അപ്പോൾ ഇതിൻ്റെ ഓർഡർ 1 എ 1 ബി, 2 എ 1 ബി, 3 എ 1 ബി, 4 എ 1 ബി. ഇതിപ്പോൾ ഒരു സീരീസ് ആയി കിട്ടിയില്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി എ ബി എ എ. ഇതാണ് ആൻസർ, ഓപ്ഷൻ സി. Question number 42. Complete the series. 26a z1, 24c x9, space, 20 gt49. ഓക്കെ, ഫസ്റ്റ് ഇതിലുള്ള ഫസ്റ്റ് 2 ലെറ്റേഴ്സ് നോക്കാം. എല്ലാത്തിലും ഇതിൽ 26 ആണുള്ളത്, ഇതിൽ 24, ഇതിൽ 20 ആണുള്ളത്. ഇതിൽ രണ്ടിലും 2 ആണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഇവർ 24 എന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 22 കിട്ടും. പിന്നെ 22 എന്ന് 2 കുറയ്ക്കുമ്പോൾ 20 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 നമ്പേഴ്സ് വരുന്നത് 22 ആയിരിക്കും. പിന്നെ ഉള്ളത് എ ഉണ്ട്, സി ഉണ്ട്. എക്കും സിക്കും ഒരു വേർഡല്ലേ ഡിഫറൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ എ ബി സി ഡി ഇ എഫ് ജി, ജി വരെ എഴുതാം, ബിക്കോസ് ഇവിടെ ജി ആണുള്ളത്. എ തൊട്ട് ജി വരെ ഉണ്ട്. ഇതിൽ എ ഉണ്ട്, എ കഴിഞ്ഞിട്ടുള്ളത് സി ആണ്, ബി ഇല്ല, സി ആണുള്ളത്. ദെൻ സി കഴിഞ്ഞിട്ട് അപ്പോൾ എന്താണ് വരേണ്ടത്? ഡി വരൂല, ഇ ആണ് വരേണ്ടത്. ഇ വരുവാണെങ്കിൽ ലാസ്റ്റ് ലെറ്റർ ജി കറക്റ്റാണ്. ഇ കഴിഞ്ഞിട്ട് എഫ് വരൂല, ജി ആണ് വരുന്നത്. അപ്പോൾ തേർഡ് വൺ ഇ ആയിരിക്കും. പിന്നെ ഉള്ളതാണ് ഇസഡ് എക്സ്. ഫസ്റ്റ് ഉള്ളത് എ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ളത് ഇസഡ്, ലാസ്റ്റ് ഇസഡ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇസഡിന് മുമ്പുള്ളതാണ് വൈ, വൈക്ക് മുന്നുള്ളതാണ് എക്സ്. അപ്പോൾ 1 വേർഡ് ഡിഫറൻസിലാണ്, 1 ലെറ്റർ ഡിഫറൻസിലാണ് ഉള്ളത്. അപ്പോൾ ടി ഉണ്ട്, യു വരൂല, വി വരും. ടി ഉണ്ട്, ടി കഴിഞ്ഞിട്ടുള്ളതാണ് യു വരൂല, അത് കഴിഞ്ഞിട്ടുള്ളത് വി വരും, ടി യു വി. അടുത്തുള്ളത് ഡബ്ല്യു വരൂല, എക്സ് വരും. അടുത്തുള്ളത് വൈ വരൂല, ഇസഡ് വരും. ആ ഓർഡറിലാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ ഉള്ള നമ്പേഴ്സാണ് 1 9 49. 1 9 49. 1 സ്ക്വയർ 1 അല്ലേ, ഇത് 3 സ്ക്വയർ 9. അപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് അറിയില്ല, ഇത് 7 സ്ക്വയർ ആണ്. ഇപ്പോൾ 1നും 3നും 2 ഡിഫറൻസ് ഉണ്ട്. അതുപോലെ 3നും അടുത്തുള്ള നമ്പറിനും 2 ഡിഫറൻസ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 5 സ്ക്വയർ വരും, അപ്പോൾ 25. അപ്പോൾ ഇതിൻ്റെ ആൻസർ 22 ഇ വി 25. ഓപ്ഷൻ 22 ഇ വി 25. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. Question number 40. A man travelled from P to Q at the rate of 5 km per hour. Had he travelled at the rate of 4 2/3 km per hour, he would have taken 3 more hours to reach the destination. What is the distance between P and Q? Option A 42 km, option B 168 km, option C 84 km, and option D 210 km. ഇത് നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇപ്പോൾ ഇത് 2 ഫോർമുല ഉണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് P to Q 5 km/h പോയിട്ടുണ്ട്. അതേ ഡിസ്റ്റൻസ് 4 2/3 km/h പോകുമ്പോൾ ആദ്യം എടുത്ത ടൈമിനേക്കാളും 3 hours എക്സ്ട്രാ എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് P to Q 5 km/h പോകുമ്പോൾ ഉള്ള ടൈം T1 ആണെങ്കിൽ ഇതിൽ സെക്കൻഡ് ടൈം പോകുമ്പോൾ ഉള്ള ടൈം T1 + 3 hours ആയിരിക്കും. ഇപ്പോൾ അവിടെ ബേസിക്സ് എഴുതി. ഫസ്റ്റ് നമ്മൾ P to Q ഉള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ T2 ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, ഡിസ്റ്റൻസ് എക്സ് ആണ്, അതിൻ്റെ സ്പീഡ് 4 2/3 ആണ്. 4 2/3 നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 4 × 3 12, 12 + 2 14, 14/3. അപ്പോൾ 14/3 ഇസ് ഈക്വൽ ടു T1. ടൈം 1 ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇതിൽ ഡിസ്റ്റൻസ് ഉള്ളത് എക്സ് ഡിവൈഡഡ് ബൈ സ്പീഡ് 5 km/h ആണ്. ഇത് നമ്മൾ മാറ്റി എഴുതാം. +3 ഉണ്ട്, ഈ 3 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു ഇത് മേളിൽ പോകുമ്പോൾ റെസിപ്രോക്കലാണ് എടുക്കുന്നത്. അപ്പോൾ 3/14 ഇസ് ഈക്വൽ ടു x/5 + 3. അപ്പോൾ 3x/14 ഇസ് ഈക്വൽ ടു x + 15 the whole divided by 5. ഇപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കണം. അപ്പോൾ 3 × 5 15x is equal to 14x + 14 ×
15. 14 into 15 is equal to 210. ഇപ്പോൾ ഈ 14 ഇങ്ങോട്ട് എടുക്കാം. എക്സ് ടേംസ് ഒക്കെ ഒരു സൈഡ് എടുക്കാം. അപ്പോൾ 15x മൈനസ് 14x ഇസ് ഈക്വൽ ടു 240. 15x മൈനസ് 14x ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 240. 210. ഇത് 210 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 210. നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് എന്തിനാ? ഡിസ്റ്റൻസ് P2Q ഉള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ആയിട്ട് എടുത്തത്. ക്വസ്റ്റനിൽ നമ്മൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു 210 കിലോമീറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ.